ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരുടെ മുന്നിലും ഇപ്പോൾ കള്ളിയെ പോലെ നിൽക്കുകയാണ് പാർവതി. അതിന് കാരണക്കാരി പ്രഭാവതിയും ശേഖറും തന്നെ. ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ശേഖർ ആ സത്യങ്ങളെല്ലാം പാർവതിയോട് തുറന്നു പറഞ്ഞില്ല. എന്നാൽ ഇതെല്ലാം പാർവതിക്ക് അറിയാമെന്ന് പ്രഭാവതി വെറുതെ തെറ്റിദ്ധരിക്കുന്നുമുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് വിശാൽ പാർവതിയെ ചോദ്യം ചെയ്യുന്നത്. വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പാർവതി വിശാലിനോട് പറയുന്നു, സാർ, ഞാൻ എല്ലാം സാറിനോട് തുറന്നു പറയണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ലെന്ന് വിശാൽ ചോദിക്കുന്നു. അന്നേരം ശേഖര മേനോൻ പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവാണോ എന്നൊരു സംശയം തോന്നി എനിക്ക്. അതുകൊണ്ട് ഞാനിത് സാറിനോട് പറയണോ വേണ്ടോ എന്ന് മടിച്ചത്. ശരി, അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ തനിക്കത് എന്നോട് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ? തൻ്റെ സംശയങ്ങൾ എന്തു തന്നെയായാലും അത് എന്നോട് സംസാരിച്ച് പരിഹരിക്കേണ്ടതായിരുന്നു. ഇവിടെ എനിക്ക് നഷ്ടപ്പെട്ടത് തന്നിൽ അർപ്പിച്ച വിശ്വാസമാണ്. ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം അത് വിശ്വാസമാണ്. ആ വിശ്വാസം നശിച്ചാൽ പിന്നെ ആ ബന്ധത്തിന് യാതൊരുവിധ സ്ഥാനവുമില്ല. ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു. നമ്മൾ ഒരു മനസ്സും ഒരു ശരീരമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ മനസ്സുകൾ തമ്മിൽ ഒത്തിരി അകലത്തിലാണെന്ന്. സർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ വീണ്ടും പറയുന്നു, നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. എനിക്കുണ്ടായിരുന്ന വിശ്വാസം താനായിട്ടാണ് നശിപ്പിച്ചത്. അങ്ങനെ താൻ പറയുന്ന വാക്കുകൾക്ക് ഞാൻ എന്തിനാ ചെവി കോർക്കണം? ഇനി ഞാൻ എന്തിനാ തന്നോട് സംസാരിക്കുന്നത്? അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ വിശാൽ അകത്തേക്ക് കയറിപ്പോകുന്നു. കരഞ്ഞുകൊണ്ട് പാർവതിയും നിൽക്കുന്നുണ്ട്. ഇവരുടെ ഇടയിലുണ്ടായ ഈ വിള്ളലിന് കാരണം പ്രഭാവതിയാണ്. അതിൻ്റെ സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും പിന്നെ സുശീലയും ജാസ്മിനും. ഈ സമയം മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയാണ് ശേഖർ. വല്ലാത്തൊരു കുരുക്കിലാണോ ചെന്ന് പെട്ടിരിക്കുന്നത്? പ്രഭാവതി ഇങ്ങനെ ഒരു കെണി ഒരുക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഏതായാലും അവിടെ നിന്ന് പുറത്ത് ചാടാനായത് നന്നായി. ഇനിയിപ്പോൾ ഞാൻ കാരണം പാർവതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? പാർവതി എന്തായാലും അവർ ചോദ്യം ചെയ്യും. ഇത്രയും നാൾ എല്ലാ സത്യങ്ങളും വിശാലിനോട് പറയാത്തതിൻ്റെ പേരിൽ വിശാൽ സംശയിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സംശയം ഉണ്ടായാൽ അവരുടെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകും. അവർക്കിടയിൽ വിള്ളൽ സംഭവിക്കും. യാഥാർത്ഥ്യം ബോധിപ്പിക്കാനായി പാർവതി എത്ര തന്നെ ശ്രമിച്ചാലും അത് കേൾക്കാൻ ആരും കൂട്ടാക്കില്ല. പ്രഭാവതി അവൾ കരുതിക്കൂട്ടിയതുപോലെ ഈ അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ചു. വിശാലിനെ അവൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. പാർവതിയെ രക്ഷിക്കണം, വിശാലിനെ സത്യങ്ങൾ ധരിപ്പിക്കണം. മരിക്കുന്നതിന് മുമ്പ് വിശാലിനോട് എല്ലാ സത്യങ്ങളും തെളിവ് സഹിതം വിശാലിനെ അറിയിച്ചേ പറ്റൂ. അത് തെളിയിക്കണം. പ്രഭാവതി ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അവൾ ചെയ്ത ക്രൂരതകൾക്കുള്ള ശിക്ഷ അവൾ അനുഭവിക്കണം എന്നൊക്കെ ശേഖർ വിചാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ വിശാൽ മുറിയിൽ ദേഷ്യത്തോടെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം വീണ്ടും ആലോചിക്കുകയാണ് വിശാൽ. അമ്മയുടെ വാക്ക് കേട്ട് അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കരുതായിരുന്നു. അയാളെ ഇന്നലെ ഇവിടെ വെച്ച് തന്നെ തീർക്കണമായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ വേഷം മാറി ഇവിടെ താമസിച്ചു. ഞങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചു. എല്ലാം അറിഞ്ഞിട്ടും അയാൾ ശേഖര മേനോനാണെന്ന് അറിഞ്ഞിട്ടും പാർവതി അത് എന്നിൽ നിന്നും മറച്ചു വെച്ചു. പാർവതി എന്തിനത് ചെയ്തു? അവളിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചില്ല. ഇതിൽ നിന്നും ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ശേഖര മേനോനൊപ്പം ചേർന്ന് പാർവതിയും എന്നെ ചതിക്കായിരുന്നു എന്നല്ലേ, എന്നെ മാത്രമല്ല ഈ കുടുംബത്തെയും എന്നൊക്കെ വിശാൽ വിചാരിക്കുന്നു. ഇതേ സമയം വളരെ വിഷമത്തോടെ പേടിച്ച് വിശാലിന്റെ മുറിയിൽ പാർവതി എത്തിയിരിക്കുന്നു. പേടിച്ച് വിശാൽ സാർ എന്ന് പാർവതി വിളിച്ചതും എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പെട്ടെന്ന് തിരിഞ്ഞ് പറയുകയാണ് ഉറക്കെ വിശാൽ. അത് കേട്ട് ഞെട്ടിത്തെറിച്ച് പാർവതി നിൽക്കുന്നു. എന്നോടൊന്നും പറയാനും നിൽക്കണ്ട. അത് ഇന്നലെ രാത്രി തന്നെ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ. നമുക്കിടയിൽ ഇനി യാതൊരു ബന്ധവുമില്ല. തന്നെ കണ്ണടച്ച് വിശ്വസിച്ചത് എൻ്റെ തെറ്റ്. എനിക്കിപ്പോൾ ഒന്നും അറിയില്ല. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണ്ട ഒന്നും എനിക്കറിയില്ല എന്നൊക്കെ വിശാൽ പറയുന്നു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് വിശാൽ സാറേ എന്ന് കരഞ്ഞുകൊണ്ട് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട്, തെറ്റല്ല, മഹാപാവം. എൻ്റെ അമ്മയെ കൊന്ന ഒരുത്തനെ, എൻ്റെ ശത്രുവിനെ താനിവിടെ ആഹാരം കൊടുത്ത് പോറ്റി വളർത്തി. അയാൾ ആരാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് താനത് എന്നിൽ നിന്നും മറച്ചു വെച്ചു. അത് ഒരിക്കലും മറവി കൊണ്ട് സംഭവിച്ചതല്ല, മനഃപൂർവ്വം പറയാതിരുന്നതാ. എന്തിനു വേണ്ടി താനത് മറച്ചു വെച്ചു? സാർ, ഞാനത് പറഞ്ഞില്ലേ പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ. അത്രയും പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, ഇല്ല, അതൊന്നും ഒരു എക്സ്ക്യൂസേ അല്ല. ഇതൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല. അയാൾക്ക് എൻ്റെ അമ്മയെ കൊന്നതുപോലെ പ്രഭാവതി അമ്മയെ കൊല്ലണം. അതിന് അയാൾ തന്നെ കൂട്ടുപിടിച്ചു. താൻ എങ്ങനെയാണ് അയാളുടെ വലയിൽ വീണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒന്ന് വ്യക്തമാണ്, താൻ അയാൾക്കൊപ്പം ചേർന്ന് ഞങ്ങളേക്ക് ചതിക്കാൻ നോക്കി. എന്താ സാർ പറഞ്ഞത്? ഞാൻ ചതിക്കാൻ നോക്കിയെന്നോ? എൻ്റെ ഉദയനൂരമ്മേ, എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു പരീക്ഷണം? വിശാൽ സാർ പറയുന്നത് കേട്ടില്ലേ, ഞാൻ ചതിക്കാൻ നോക്കിയെന്ന് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പാർവതി പറഞ്ഞിട്ട് വിശാലിന് നേരെ കൈകൂപ്പിക്കൊണ്ട് പറയുന്നു, സാർ, ഞാൻ ചതിക്കാൻ നോക്കിയെന്ന് മാത്രം പറയരുത്. അതെനിക്ക് സഹിക്കില്ല. ഞാൻ ഒരു ചതിയും കാണിച്ചിട്ടില്ല.
പിന്നെ നീ എന്തായി കാണിച്ചത് എന്ന് ദേഷ്യത്തോടെ വിശാൽ പറയുന്നു. ഞാൻ പറയാമെന്ന് പാർവതി. സാഹചര്യങ്ങളാണ് ഞാൻ അറിഞ്ഞ സത്യം സാറിൽ നിന്ന് മറച്ചു വെക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. സാർ അതൊന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചേ തീരൂ. എല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പറയാം. അപ്പോൾ സാറിനത് ബോധ്യമാവും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് വിശാലിന് ഒരു ഫോൺ കോൾ വരികയും വിശാൽ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. തൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ പാർവതിയും സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. വിശാലിനെ വിളിക്കുന്നത് ശേഖരനാണ്. വിശാലെ, ഇത് ഞാനാണ് ശേഖരൻ. ശേഖരമേനോനോ? എടോ, എന്ത് ധൈര്യം ഉണ്ടായിട്ടോടോ താൻ എന്നെ വിളിക്കുന്നതെന്ന് വിശാലിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. എന്നെ കൊല്ലാനുള്ള പകയിലും ദേഷ്യത്തിലുമാണ് വിശാൽ ഇപ്പോൾ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇതൊന്നും കൊണ്ട് എൻ്റെ കോൾ കട്ട് ചെയ്യരുത്. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശാൽ ഒന്ന് കേൾക്കണം. ഞാൻ പറയുന്നത് വിശാൽ വിശ്വസിക്കണം. എടോ, തന്നെ എൻ്റെ കൈ കിട്ടിയ അന്ന് തൻ്റെ അന്ത്യമാണെന്ന് നീ എവിടെ ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും എന്നെ വിശാൽ പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു, ഞാൻ എവിടെയും ഒളിപ്പിച്ചിരിപ്പില്ല വിശാലെ. ഞാൻ നിന്നിൽ നിന്നും ഒളിച്ചോടിയിട്ടുമില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് വിശാലിനെ ഒന്ന് കാണണം. അതിനു മുമ്പ് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ അമ്മയ്ക്ക് തുല്യം വിശ്വസിക്കുന്ന പ്രഭാവതിയല്ലേ? അവൾ മഹാവഞ്ചകയാണ്. അവൾ നിന്നെയും നിന്റെ കുടുംബത്തെയും ചതിക്കാണ്. അവൾ നിന്നോട് കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങൾ കപടമാണ്. നിനക്കത് ബോധ്യപ്പെടണം. നിന്നെ ഞാൻ അത് ബോധ്യപ്പെടുത്തി തരാം. ഇത് കേട്ട് വിശാൽ പറയുന്നു, എടോ, തൻ്റെ അഭ്യാസം എന്നോട് വേണ്ട. താൻ എന്നെ ഇവിടെ മിസ്ലീഡ് ചെയ്യാൻ നോക്കണ്ട. പ്രഭാവതിയുടെ ചതിയുടെ കണക്കുകൾ തെളിവുകൾ അടക്കം ഞാൻ കാട്ടിത്തരാം. അത് കണ്ടതിന് ശേഷം ഞാൻ പറയുന്നത് നീ വിശ്വസിച്ചാൽ മതി. ഇപ്പോൾ നീ ഞാൻ പറയുന്നിടത്തേക്ക് വാ. എന്താ, അതിന് നിനക്ക് ഭയമുണ്ടോ എന്നും ശേഖർ ചോദിക്കുന്നു. ഭയം നിനക്ക് വേണ്ട എന്നും പറയും. നിന്നെ കാണാൻ ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? പറയടാ, നീ പറയുന്നിടത്ത് ഞാൻ വരാം. എവിടെ വരണമെന്ന് പറ. നിന്നെ ഞാൻ അവിടെ വന്ന് കാണാം. എനിക്ക് കാണണം നിന്നെ. നിന്നുള്ള കണക്കുകൾ എനിക്ക് തീർക്കണം. പറയടാ, ഞാൻ എങ്ങോട്ടാ വരേണ്ടത് എന്നും വിശാൽ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഇങ്ങനെ പാർവതി ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. പാർവതി വളരെ ടെൻഷനോടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ, എനിക്ക് എന്തായാലും വിശാലിനെ കണ്ടേ മതിയാകും. ഞാൻ പുഴക്കരയിലുണ്ട്, വിശാൽ ഇങ്ങോട്ട് വാ എന്ന് ശേഖർ പറയുന്നു. വരാടാ, ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വിശാൽ പോകുന്നു. വിശാൽ സാർ എന്നൊക്കെ പറഞ്ഞ് പാർവതി തടയുന്നുണ്ടെങ്കിലും മാറടി എന്ന് പറഞ്ഞിട്ട് വിശാൽ തൻ്റെ ഷെൽഫിൽ നിന്നും ഒരു തോക്ക് എടുക്കുന്നുണ്ട്. അതും എടുത്തുകൊണ്ടാണ് വിശാൽ പോകാൻ തുടങ്ങുന്നത്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പാർവതി. അന്ന് മനക്കണ്ണിൽ കണ്ട കാഴ്ചയും അത് തന്നെയായിരുന്നു. ശേഖരൻ നേരെ വിശാൽ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ആ കാഴ്ച. വിശാലിനെ പാർവതി തടയുന്നുണ്ട്. സാർ അങ്ങോട്ട് പോവരുത്, വേണ്ട എന്നൊക്കെ പറയുന്നു. മുന്നിൽ നിന്ന് മാറാൻ എന്ന് ദേഷ്യത്തോടെ വിശാൽ പറയുന്നു. സാർ എന്തിനാ ഈ തോക്കെടുത്തത്? എന്തിനാ ഇതൊക്കെ? സാർ ഇതും കൊണ്ട് അവിടെ ചെന്നാൽ അരുതാത്തത് എന്തെങ്കിലും നടക്കും. ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയിൽ സാർ അയാളെ കൊല്ലും എന്നെ പാർവതി പറഞ്ഞപ്പോൾ നിന്നോട് മാറി നിൽക്കാനാ പറഞ്ഞത്. മാറടി എന്ന് പറഞ്ഞിട്ട് വിശാൽ പാർവതിയെ ബെഡിലേക്ക് പിടിച്ച് തള്ളിയിട്ട് വാതിലും അടച്ച് പാർവതിയെ പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത്. പാർവതി റൂമിൽ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. എന്നാൽ കേൾക്കുന്നില്ല. ഗാർഗി അവിടേക്ക് വന്നപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നു. പാർവതിയാണല്ലോ, അവൾക്ക് എന്താ പറ്റിയത് എന്ന് വിചാരിച്ച് ഗാർഗി മുറിയുടെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. എൻ്റെ ഉദയനൂരമ്മ ഇനി എന്താ ചെയ്യുന്നൊക്കെ പാർവതി വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഗാർഗി കറക് തുറന്നു കൊടുക്കുകയാണ് പാർവതിക്ക്. എന്താ പാർവതി, എന്ത് പറ്റിയെന്ന് ഗാർഗി ചോദിക്കുന്നു. ആരാ തന്നെ ഇതിനെടുത്തിട്ട് പൂട്ടിയെന്നും ചോദിക്കുന്നു. ഗാർഗി, വിശാൽ സാറ് തോക്കുമെടുത്ത് ശേഖര മുത്തശ്ശനെ കൊല്ലാൻ പോവുകയാണെന്ന് പാർവതി പറഞ്ഞതും ഞെട്ടലോടെ ഗാർഗി നിൽക്കുന്നു. അത് തടയണം, വാ എന്ന് പറഞ്ഞ് ഗാർഗിയും കൂട്ടിയാണ് പാർവതി പോകുന്നത്. കരഞ്ഞുകൊണ്ട് ഈ കാര്യം പ്രഭാവതിയോടും പറയുകയാണ് പാർവതി. എന്താ പാർവതി, എന്ത് പറ്റിയെന്ന് പ്രഭാവതി കരഞ്ഞുകൊണ്ട് വന്ന പാർവതിയോട് ചോദിക്കുന്നുണ്ട്. നീ ഇതെവിടേക്കാ വെപ്രാളം പിടിച്ച് പോകുന്നതെന്നും ചോദിക്കുന്നു. അമ്മയെ ശേഖര മുത്തശ്ശനെ കൊല്ലുമെന്ന് പറഞ്ഞ് വിശാൽ സാർ ഒരു തോക്കുമെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിശാൽ സാർ അത് ചെയ്യുകയും ചെയ്യും. സാറിനെ അതിൽ നിന്നും ഒന്ന് തടയണം. ഞാൻ അതിനുവേണ്ടി പോവുകയാണെന്നും പാർവതി പറയുന്നു. എൻ്റെ പാർവതി, നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കേ. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ, അബദ്ധം ഒന്നും കാണിക്കരുതെന്ന് ഞാൻ അവനോട് പറയാം. ഞാനൊന്ന് വിളിക്കട്ടെ പാർവതി എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട്. അങ്ങനെ പ്രഭാവതി വിശാലിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ വിശാൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പാർവതി, നീ പേടിക്കട്ടെ, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, നീ ഇവിടെ നിൽക്ക്. അവൻ കുറച്ച് കഴിയുമ്പോൾ പോയതുപോലെ വരുമെന്ന് പ്രഭാവതി പറയുന്നു. ഇല്ല, എനിക്ക് അതും പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ പറ്റില്ലമ്മേ. വിശാൽ സാറ് ചിലപ്പോൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോകും, അത് പാടില്ല. പാർവതി, നീ തനിച്ചു പോണ്ട, ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് ഗാർഗിയും പാർവതിയോടൊപ്പം പോകുന്നുണ്ട്. പാർവതി വിശാലിന്റെ പിന്നാലെ പോയാൽ ഞാൻ തയ്യാറാക്കിയ പദ്ധതി നടക്കില്ല, അതിനു മുൻപ് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന് പ്രഭാവതിയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശേഖർ വിചാരിക്കുന്നുണ്ട്, പ്രഭാവതി ഇന്നുവരെ ചെയ്തു വെച്ച കൊലച്ചതികളെല്ലാം വിശാലിനോട് പറയണം. വിശാലിന്റെ കുടുംബസ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുക്കാൻ വേണ്ടിയാണ് അവൾ ഗോപിനാഥിന്റെ ഭാര്യയെ അവിടെ കയറി കൂടിയിരിക്കുന്നതെന്ന് വിശാലിനെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെ ശേഖർ വിചാരിക്കുന്നുണ്ട്. വിശാൽ ശേഖറിനെ കാണാൻ ഒരു കാറിൽ വന്നുകൊണ്ടിരിക്കുന്നു. ശേഖര മേനോനെ, നിങ്ങളെ കൊല്ലാൻ വേണ്ടി വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മയെ ഇല്ലാണ്ടാക്കിയവനെ ഇനി ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ വിശാൽ മനസ്സിൽ വിചാരിച്ച് വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്.
പ്രതാപനോട് ഉണ്ടായ കാര്യങ്ങൾ പ്രഭാവതി പറയുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഉണ്ടാക്കി വെച്ച പ്ലാൻ അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു, അതേ ചേച്ചി, സാധാരണ എവിടെയെങ്കിലും പാളിച്ച സംഭവിക്കുന്നതാണ്. എന്നാൽ ഇത്തവണ അത് ഉണ്ടായില്ല. എല്ലാം ഗംഭീരമായി തന്നെ വർക്കൗട്ട് ആകുന്നുണ്ട്. വിശാലിനെ ശേഖരനെ കൊല്ലാൻ വേണ്ടി തോക്കുമായി പുറപ്പെട്ടു കഴിഞ്ഞു. അവൻ തോക്കുമായി പോയത് നല്ലത് തന്നെയാണ്. പക്ഷെ ആ തോക്കിലെ വെടിയുണ്ട ശേഖരന്റെ നെഞ്ചിൽ തളയ്ക്കണം എന്നെ പ്രഭാവതി പറഞ്ഞതും പ്രതാപൻ പറയുന്നു, അതിലെന്താ സംശയം, വിശാൽ നല്ല ഉന്നമുള്ളവനല്ലേ. എടാ, ഉന്നം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നിനക്കറിയാലോ. ചാണക്യ ബുദ്ധിയുള്ള ആളാണ് ശേഖരൻ എന്നെ പ്രഭാവതി പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.